നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. അവകാശ ദിനം ആചരിച്ച് CITU. വിവിധ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് തൊഴിലാളികളുടെ മാർച്ചും ധർണയും. ലേബർ കോഡ് പിൻവലിക്കണമെന്നും സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കണമെന്നും മുഖ്യ ആവശ്യം. തൊഴിലാളി സമൂഹത്തെ അടിമയുഗത്തിലേക്ക് നയിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് യൂണിയൻ നേതാക്കൾ. പെൻഷനും ക്ഷേമനിധി ആനുകൂല്യങ്ങളും ലഭിക്കാത്തതിനെതിരെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസിന്റെ പ്രതിഷേധം. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തോടെ വാർഡുകളിൽ പ്രചരണാവേശം. മങ്കര 4-ാം വാർഡിലും മുള്ളൂർക്കര 11-ാം വാർഡിലും LDF UDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 30-ന്. പരുതൂരിൽ ഒപ്പുമതിൽ സൃഷ്ടിച്ച് പഞ്ചായത്ത് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ്. ഫണ്ട് ലഭ്യമല്ലാത്തത് മൂലം ഭരണം പ്രതിസന്ധിയിലെന്ന് ഭാരവാഹികൾ. വികസന പ്രവർത്തനങ്ങൾ വഴിമുട്ടിയ സാഹചര്യത്തിൽ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന്റെ സത്വര ഇടപെടൽ വേണമെന്ന് ആവശ്യം. വടക്കാഞ്ചേരിയിൽ ടയർ പഞ്ചറായതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ നിർത്തിയിട്ട വാഹനത്തിന്റെ പിറകിലിടിച്ച് മറിഞ്ഞു. അപകടത്തിൽ വയോധിക ദമ്പതികൾക്ക് പരിക്ക്. വാണിയംകുളത്ത് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യാത്രക്കാരനെ യഥാസമയം ആശുപത്രിയിൽ എത്തിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ മാതൃകയായി. വാർത്തകൾ വിശദമായി. ജൂലൈ 10 CITU അഖിലേന്ത്യാ അവകാശ ദിനമായി ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി വാണിയംകുളം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തി. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ കമ്മിറ്റി അംഗം K. ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. ഭാസ്കരൻ, TP ഭാസ്കരൻ, KR വിജയൻ എന്നിവർ സംസാരിച്ചു. എന്നാണ് പറയുന്നത്. അതിനുള്ള പ്രവർത്തനവും അവർ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഇനി ആര് മുഖ്യമന്ത്രിയാവണമെന്ന് തീരുമാനിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. 1987 ഇടതുപക്ഷ പ്രസ്ഥാനം അധികാരത്തിൽ വരുമ്പോൾ പത്രക്കാരൊരു മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുകയാണ്. ആരാ? പത്രക്കാരാണോ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അധ്യക്ഷത വഹിക്കുന്നത്? ഇപ്പൊ പറയുന്നു എല്ലായിടത്തും പിണറായിക്കെതിരെ എന്താ മാമൻ മാപ്പിളയുടെ പ്രേതാണോ അവിടെ അധ്യക്ഷം വഹിച്ചത്? ലേബർ കോഡ് പിൻവലിക്കുക, സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കുക, 26,000 രൂപ മിനിമം വേതനം നിശ്ചയിക്കുക, കരാർ തൊഴിലുകൾ സംരക്ഷിക്കുക, തുല്യജോലിക്ക് തുല്യവേതനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൊഴിലാളി സമൂഹത്തെ അടിമയുഗത്തിലേക്ക് നയിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് CITU പാലക്കാട് ഡിവിഷൻ പ്രസിഡന്റ് PG രാമദാസ്. അവകാശ ദിനത്തിന്റെ ഭാഗമായി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് CITU നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളി ഉടമ ബന്ധത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് സ്വകാര്യ കുത്തകവൽക്കരണമാണ്. പരമ്പരാഗത തൊഴിൽ മേഖലയെയും തൊഴിലാളി ആനുകൂല്യങ്ങളും തൊഴിൽ സുരക്ഷിതത്വവും ഇല്ലാതാക്കുന്ന തൊഴിൽ നിയമ ഭേദഗതി കുത്തകകൾക്കു വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണെന്നും PG രാമദാസ് ചൂണ്ടിക്കാട്ടി. ഇറക്കുമതി നയവും രാജ്യത്തെ കുത്തകവൽക്കരണവും തൊഴിലെന്ന സ്വപ്നം തന്നെ ഇല്ലാതാക്കും. കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡും പൊതുമേഖലാ സ്വകാര്യവൽക്കരണവും രാജ്യത്തെ ഇരുണ്ട യുഗത്തിലേക്ക് നയിക്കുമെന്നും രാമദാസ് പറഞ്ഞു. നിലവിലുള്ള നയങ്ങളിൽ യാതൊരു മാറ്റവും ഈ അടികളെല്ലാം കൊണ്ടിട്ട് പോലും മാറ്റില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഇതിനെതിരായി പാർലമെന്റിനകത്തും പുറത്തും തൊഴിലാളികളെ നയിക്കുന്ന നേതൃത്വവും സമരം ചെയ്യുമെന്ന് മാത്രം ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പൊതുമേഖല കാര്യം പറഞ്ഞു, LIC പോലും വിൽക്കാനുള്ള തീരുമാനമായി മുന്നോട്ട് പോയി. CITU ജില്ലാ കമ്മിറ്റി അംഗം B. വിജയൻ അധ്യക്ഷത വഹിച്ചു. M. രാമദാസ്, സമീർ ഖാൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CITU അഖിലേന്ത്യാ അവകാശ ദിനത്തിൽ പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഡിവിഷൻ വൈസ് പ്രസിഡന്റ് M. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി PC. വാസു അധ്യക്ഷത വഹിച്ചു. PP. രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളായ TP. രജീഷ്, സതീഷ്, വിജയൻ, ബാലൻ, ശങ്കരനാരായണൻ, PP. വിജയൻ എന്നിവർ പങ്കെടുത്തു. മണികണ്ഠൻ നന്ദി പറഞ്ഞു. വടക്കാഞ്ചേരിയിൽ ടയർ പഞ്ചറായതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ നിർത്തിയിട്ട വാഹനത്തിന്റെ പിറകിലിടിച്ച് മറിഞ്ഞു. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന വയോധിക ദമ്പതികൾക്ക് പരിക്കേറ്റു. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡിൽ ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം. പാതയോരത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന് പുറകിലാണ്
ടയർ പഞ്ചറായതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഇടിച്ചു മറിഞ്ഞത്. അതാണ് സമയം ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന കാർ നേരെയാക്കി ഉള്ളിൽ കുടുങ്ങിയ അകമ്പാടം സ്വദേശി 72 വയസ്സുള്ള ബേബി, 60 വയസ്സുള്ള ജിസി എന്നിവരെ പുറത്തെടുത്തു. തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവരുടെയും പരിക്ക് സാരമുള്ളതല്ല. ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കാറിൻ്റെ മുൻവശത്തെ ഇടത് ടയർ പഞ്ചറായതാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽ കലാശിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യാത്രക്കാരനെ ആശുപത്രിയിൽ എത്തിച്ച സ്വകാര്യ ബസ് ജീവനക്കാർ മാതൃകയായി. തൃശൂർ പാലക്കാട് റൂട്ടിലോടുന്ന ഇൻസ്റ്റാ ബസ്സിലെ ജീവനക്കാരാണ് അവശ്യനിലയിലായ യാത്രക്കാരനെ യഥാസമയം വാണിയംകുളത്തെ പി കെ ദാസ് ആശുപത്രിയിൽ എത്തിച്ചത്. രാവിലെ 7 മണിയോടെയാണ് സംഭവം. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശിയായ കഞ്ചിക്കോട്ടെ സ്വകാര്യ കമ്പനി ജീവനക്കാരനാണ് യാത്രക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ബസ് കൂനത്തറ പിന്നിട്ട ഘട്ടത്തിലായിരുന്നു ഇത്. ഇതോടെ ബസ് അതിവേഗം വാണിയംകുളത്തെ ആശുപത്രിയിലേക്ക് പായുകയായിരുന്നു. വളരെ വേഗം തന്നെ ബസ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലെത്തി. ബസ്സിൽ നിന്നിറക്കിയ രോഗിയെ അടിയന്തര ചികിത്സയ്ക്ക് വിധേയനാക്കി. ഇതിനുശേഷമാണ് ബസ് ആശുപത്രി വിട്ടത്. കണ്ടക്ടർ പയങ്കുളം സ്വദേശി ജിഷ്ണുലാൽ, ഡ്രൈവർ വടക്കാഞ്ചേരി സ്വദേശി രോഹിത്, ക്ലീനർ ചെറുതുരുത്തി സ്വദേശി ഗോകുൽ എന്നിവരുടെ അവസരോചിത ഇടപെടലും യാത്രക്കാരുടെ പിന്തുണയുമാണ് രോഗിക്ക് തുണയായത്. ഇയാളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തദ്ദേശ ഭരണം പ്രതിസന്ധിയിലാണെന്നും അർഹിച്ച ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ഒപ്പുമതിലുമായി പരുതൂർ പഞ്ചായത്ത് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ഒപ്പുമതിൽ പരുതൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് PTM ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ തനത് വരുമാനങ്ങൾ കുറവുള്ള പഞ്ചായത്തിലേക്ക് സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റുകൾക്കൊക്കെ അനുവദിക്കുന്ന ഫണ്ടുകൾ വെച്ചുകൊണ്ടാണ് നമ്മുടെ പദ്ധതികൾ രൂപീകരിക്കുന്നത്. ഈ പദ്ധതി വിഹിതം സമയാസമയത്ത് ലഭിക്കാതെ വരുമ്പോൾ പൊതുജനത്തിന് ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണകൂടം കൊടുക്കേണ്ട അർഹതപ്പെട്ട അവകാശങ്ങൾ ആ പൊതുജന സമക്ഷത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രായോഗിക പ്രയാസമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനായ അധ്യക്ഷനും ഈ പരിപാടിയുടെ അധ്യക്ഷനും നമ്മുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള APM സക്കരിയ സാഹിബ് പറഞ്ഞതുപോലെ ഏകദേശം നമുക്ക് 2 കോടിയോളം അടുത്ത് വരുന്ന സംഖ്യ നമുക്ക് 2023-24 വർഷത്തിലായി നമ്മുടെ പഞ്ചായത്തിന് മാത്രം ലഭ്യമാകേണ്ടത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ അധ്യക്ഷനായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ സ്വാഗതം പറഞ്ഞു. മെമ്പർമാരായ AKM അലി, അനിത, ചന്ദ്രൻ, മുസ്ലിം ലീഗ് നേതാക്കന്മാരായ സുലൈമാൻ ബാവ, രാമചന്ദ്രൻ, ലത്തീഫ് കരുവാൻപടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പെൻഷനും ക്ഷേമനിധി ആനുകൂല്യങ്ങളും ലഭിക്കാത്തതിനെതിരെ കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി പ്രതിഷേധിച്ചു. ഇതോടനുബന്ധിച്ച് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ പരിപാടി കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് M ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെ അധ്വാന വിഹിതവും ഊറ്റിയെടുത്ത് സർക്കാർ ധൂർത്തടിക്കുകയാണ്. തൊഴിലാളി വിഹിതവും കെട്ടിട ഉടമ വിഹിതവും ചേർത്ത് നൽകാവുന്ന ആനുകൂല്യങ്ങൾ പോലും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ തടഞ്ഞുവെക്കുന്നു. കേരളത്തിൻ്റെ റവന്യൂ സമ്പത്താണ് നിർമ്മാണ മേഖല എന്ന വസ്തുത മറന്നുകൊണ്ടുള്ള സർക്കാർ പ്രവർത്തനം തൊഴിലാളികളെയും വികസനത്തെയും ഇല്ലാതാക്കുകയാണെന്ന് M ഹരിദാസ് കുറ്റപ്പെടുത്തി. എല്ലാ ക്ഷേമനിധി അംഗങ്ങളും ഒരു കാലത്ത് കർഷക തൊഴിലാളി മേഖലയായിരുന്ന പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിർമ്മാണ മേഖലയ്ക്ക് പുത്തഞ്ചികൾ നൽകിയപ്പോൾ, പുതുജീവൻ വന്നപ്പോൾ ആ മേഖലയിൽ നിന്നും മാറി ഈ നിർമ്മാണ മേഖല നല്ല രീതിയിൽ പ്രവർത്തിച്ച് വന്നൊരു മേഖലയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടുള്ള ക്ഷേമനിധികളെ സംബന്ധിച്ചിടത്തോളം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ഞങ്ങൾ തൊഴിലാളി വർഗത്തിൻ്റെ ഗവൺമെൻറ്റാണ് എന്ന് പലരും വിശ്വസിച്ച് അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി ദ്രോഹ നടപടികളാണ് ഇന്ന് മൊത്തത്തിൽ കാണുന്നത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് MK ബാബു അധ്യക്ഷത വഹിച്ചു. രവീന്ദ്രൻ, V കേശവദാസ്, വേണു, സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDF UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജൂലൈ 30-നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബുധനാഴ്ച കാലത്ത് 11 മണിയോടെ ആദ്യം UDF സ്ഥാനാർത്ഥിയും
11:30 LDF സ്ഥാനാർത്ഥിയും വരണാധികാരി ജി രേഖയ്ക്ക് മുന്നിൽ പത്രിക സമർപ്പിച്ചു. LDF സ്ഥാനാർത്ഥിയായി VK ശ്രീജയും UDF സ്ഥാനാർത്ഥിയായി N അനിശ്രീയുമാണ് മത്സര രംഗത്തുള്ളത്. ഉഷ ഉദയനാണ് BJP സ്ഥാനാർത്ഥി. UDF LDF സ്ഥാനാർത്ഥികൾ സമീപത്തെ പാർട്ടി ഓഫീസുകളിൽ നിന്നും പ്രകടനമായെത്തിയാണ് പത്രിക സമർപ്പിച്ചത്. പ്രാദേശിക നേതാക്കളും ലോക്കൽ സെക്രട്ടറിമാരും കൂടെയുണ്ടായിരുന്നു. LDFന്റെ കുത്തക വാർഡായ 4-ാം വാർഡ് പിടിച്ചെടുക്കുമെന്ന് UDF നേതാക്കൾ പറഞ്ഞു. 100% കാരണം ഇന്ത്യയിൽ തന്നെ ഇന്ത്യ മൊത്തം കോൺഗ്രസ് തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അതുകൊണ്ട് 25 വർഷത്തിൽ ഈ ആധിപത്യം അവസാനിപ്പിച്ചുകൊണ്ട് ഇപ്രാവശ്യം ഈ വാർഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിടിച്ചെടുക്കും. 4-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുമെന്നും വാർഡിൽ മെമ്പർ ഇല്ലാതിരുന്നിട്ടും വികസന കാര്യങ്ങളിൽ അതിന്റെ കുറവ് വരുത്തിയിട്ടില്ലെന്നും പ്രസിഡന്റ് ഗോകുൽദാസ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ 1.5 വർഷക്കാലം അവിടെ മെമ്പർ ഇല്ലാതിരുന്നിട്ട് പോലും അതിന്റെ യാതൊരുവിധ കുറവുകളും ഉണ്ടാക്കാതെ ഈ 1.5 വർഷം കൊണ്ട് കഴിയാവുന്ന ഈ ഭരണത്തിൽ കഴിയാവുന്ന റോഡുകൾ, കുടിവെള്ളം തുടങ്ങിയ കാര്യത്തിലൊക്കെ ഒട്ടനവധി മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സീറ്റ് നിലനിർത്തി ഭൂരിപക്ഷത്തോടെ വിജയം ഉറപ്പിക്കുമെന്ന് LDF നേതാക്കളും അറിയിച്ചു. ഇത്തവണത്തെ നമ്മുടെ വാർഡിനകത്തുള്ള വികസനമാണ് പ്രധാന ചർച്ചാ വിഷയം. വികസന കാര്യത്തിലൊന്നും തന്നെ അതിലെ ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വാർഡ് എന്നുണ്ടെങ്കിൽ ഊരാത്തിനകത്ത് ഒരു തരത്തിലുള്ള വികസന ഇത്തവണത്തെ ഭരണസമിതി അനുവദിച്ചിട്ടില്ല എന്നൊരു വിഷയം തന്നെയാവും നമ്മൾ ചൂണ്ടിക്കാണിക്കുക. പ്രദേശത്തെ വികസനവും ക്ഷേമപ്രവർത്തനവും സമഗ്രമായി കൊണ്ടുപോകുന്നതിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു നിലക്കുള്ള സ്ഥാനാർത്ഥിയാണ്. സ്വതന്ത്രയായി തിരഞ്ഞെടുക്കപ്പെട്ട CM വസന്തകുമാരിയെ അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് 4-ാം വാർഡായ കൂരാത്ത് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. സ്വതന്ത്രയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം വസന്തകുമാരി LDF പിന്തുണയോടെ പഞ്ചായത്ത് ഉപാധ്യക്ഷയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത കോൺഗ്രസ് അംഗം നൽകിയ പരാതിയിലാണ് ഉപാധ്യക്ഷ പദവിയിലെത്തിയ വസന്തകുമാരിയെ കഴിഞ്ഞ ജനുവരി 21 അയോഗ്യയാക്കിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും പരാതി തള്ളുകയായിരുന്നു. 14 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ കോൺഗ്രസിനും CPMനും 6 വീതം അംഗങ്ങളും BJPക്ക് 1 അംഗവുമാണ് ഉള്ളത്. നറുക്കെടുപ്പിൽ വിജയിച്ചാണ് UDF ഭരണത്തിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ജനങ്ങളെ നേരിൽ കണ്ട് നന്ദി അറിയിക്കാൻ ഷൊർണൂർ നഗരസഭാ പരിധിയിൽ VK ശ്രീകണ്ഠൻ MP പര്യടനം നടത്തി. ബുധനാഴ്ച രാവിലെ 8:30 കവളപ്പാറയിൽ നിന്നാണ് MPയുടെ പര്യടനം ആരംഭിച്ചത്. കവളപ്പാറ സെൻട്രലിൽ നിന്ന് രാവിലെ 8:30 ആരംഭിച്ച പര്യടനം ഉച്ചയോടെ കണയത്ത് സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ VK ശ്രീകണ്ഠൻ നന്ദി അറിയിച്ച് സംസാരിച്ചു. ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും വേണ്ടി മാത്രമല്ല, നമ്മുടെ രാജ്യം നിലനിൽക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചവരാണ് എനിക്ക് വോട്ട് ചെയ്തത്. അത് എന്നിലൂടെയല്ല, രാജ്യത്തെ ജനാധിപത്യ മതേതര സംവിധാനം നിലനിൽക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചവരാണ്. കവളപ്പാറയിൽ നടന്ന ചടങ്ങിൽ DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, DCC സെക്രട്ടറിമാരായ K കൃഷ്ണകുമാർ, VKP വിജയനുണ്ണി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, TY ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി UDF സ്ഥാനാർത്ഥി NS വർഗീസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജൂലൈ 30-നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുള്ളൂർക്കര ടൗൺ പരിസരത്തുള്ള UDF ഓഫീസിൽ നിന്ന് AICC അംഗം NK സുധീർ സ്ഥാനാർത്ഥിയെ ഷാൾ അണിയിച്ചതിനു ശേഷമാണ് 100 കണക്കിന് പ്രവർത്തകർക്കൊപ്പം പ്രകടനവുമായി മുള്ളൂർക്കര പഞ്ചായത്തിലെത്തി റിട്ടേണിംഗ് ഓഫീസറായ തലപ്പിള്ളി താലൂക്ക് സപ്ലൈ ഓഫീസർ VU മധുസൂദനന് നാമനിർദ്ദേശ പത്രിക നൽകിയത്. തൃശൂർ ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ, കോൺഗ്രസ് നേതാക്കളായ K നാരായണൻകുട്ടി, PV സുലൈമാൻ, PA ഷാനവാസ്, PP പ്രസാദ്, PM അബ്ദുൽ സലാം, KMA ബക്കർ, മുഹിയുദ്ദീൻ, ലക്ഷ്മണൻ തുടങ്ങിയവർ നാമനിർദ്ദേശ പത്രിക നൽകുന്ന വേളയിൽ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. 11-ാം വാർഡ് UDF തിരിച്ചുപിടിക്കുമെന്ന് സ്ഥാനാർത്ഥിയും മറ്റു ഭാരവാഹികളും പറഞ്ഞു. UDFനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ 11-ാം വാർഡ് ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് പറയുന്നത് 11-ാം വാർഡിലെ ജനങ്ങളും പ്രത്യേകിച്ച് വോട്ടർമാരും UDFനെ അവരുടെ നെഞ്ചോട് ചേർത്ത് ഇതിനകം അവർ നെഞ്ചോട് ചേർത്തിരിക്കുകയാണ്. UDF
1977 പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം 1979 ആദ്യ തെരഞ്ഞെടുപ്പിൽ മെമ്പറായി എന്ന് മാത്രമല്ല ഈ പഞ്ചായത്തിൻ്റെ ശില്പിയായ SC അഹമ്മദ് സാഹിബിൻ്റെ വലങ്കൈയായി നിന്ന് ഇന്ന് ഈ പഞ്ചായത്തിനകത്ത് കാണുന്ന സർവ്വതോന്മുഖമായ എല്ലാ സ്ഥാപനങ്ങളുടെയും വികസനങ്ങളുടെയും കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട വർഗീസേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിലൂടെ തന്നെ ഞങ്ങൾ 11-ാം വാർഡ് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി തിരിച്ചെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. കുളപ്പള്ളി ശ്രീ പാലന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഗണപതി അയ്യപ്പ ക്ഷേത്ര സമർപ്പണവും പുനഃപ്രതിഷ്ഠയും നടന്നു. നവീകരിച്ച ശ്രീകോവിൽ സമർപ്പണം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി നിർവഹിച്ചു. കുളപ്പള്ളി പാലന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉപദേവതകളായ ഗണപതി അയ്യപ്പ ക്ഷേത്രങ്ങളുടെ പുതുക്കിപ്പണിത ശ്രീകോവിലിന്റെ സമർപ്പണവും പുനഃപ്രതിഷ്ഠയുമാണ് നടന്നത്. താന്ത്രിക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരിയന്നൂർ വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നവീകരിച്ച ശ്രീകോവിൽ സമർപ്പണം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി നിർവഹിച്ചു. അത് നമ്മുടെ ഈ നാടിന് ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ്. അമ്പലങ്ങളുടെ കാര്യത്തിൽ അമ്പലങ്ങൾ നന്നായാൽ അതോടുകൂടി നാടും നന്നാവുക. അങ്ങനെയുള്ള വലിയ സാധ്യതയാണ് ഈ പാലന്നൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ക്ഷേത്രത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ക്ഷേത്രത്തിന്റെ പേരും പെരുമയും കൂടുതൽ നാടുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എല്ലാവരുടെയും ഭാഗത്തും ഉണ്ടാവണം. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ സജീവൻ കാനത്തിൽ, ക്ഷേത്ര വികസന സമിതി പ്രസിഡന്റ് P. സുധീർ, സെക്രട്ടറി പ്രദീപ് കാതുവീട്ടിൽ, B. ശരത്ചന്ദ്രൻ, മോഹനൻ കാതുവീട്ടിൽ, പത്മജ അരക്കുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണം, പ്രസാദ വിതരണം എന്നിവയുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം CSN ട്രസ്റ്റിന്റെ സാഹിത്യവേദിയായ അക്ഷരപക്ഷത്തിന്റെ CSN സുവർണ ജൂബിലി സാഹിത്യ പുരസ്കാരം മാനസിക്ക് 1,00,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് ഒറ്റപ്പാലം CSN ഓഡിറ്റോറിയത്തിലാണ് പുരസ്കാര സമർപ്പണ ചടങ്ങ്. ജയനാരായണൻ ഒറ്റപ്പാലം രചിച്ച ദ ട്രിംബൻ സാഗ ഓഫ് ഭാരത് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടക്കും. CSN ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ CSN സുവർണ ജൂബിലി സാഹിത്യ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. ട്രസ്റ്റ് സെക്രട്ടറി EP ചിത്രേഷ് നായർ അധ്യക്ഷത വഹിക്കും. ട്രസ്റ്റി ശശി രൂപൻ തിരുമിറ്റക്കോട് ചേറ്റൂർ ശങ്കരൻ നായർ ജന്മദിന അനുസ്മരണം നടത്തും. CSN സുവർണ ജൂബിലി സാഹിത്യ പുരസ്കാര സമർപ്പണമാണ് മാനസിക്ക് നാളെ വൈകുന്നേരം സമർപ്പിക്കുന്നത്. അതോടൊപ്പം ശ്രീ ജയനാഥൻ ഒറ്റപ്പാലം രചിച്ച ട്രയംഫന്റ് ഓഫ് സാഗ ഓഫ് ഭാരത് എന്നുള്ള പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം മാനസി ശ്രീ പ്രൊഫസർ ലതാ നായർക്ക് കൊടുത്തുകൊണ്ട് നിർവഹിക്കുകയും ചെയ്തു. ശ്രീ EP ചിത്രേഷ് നായർ CSN സെക്രട്ടറി ആയിരിക്കും അധ്യക്ഷത വഹിക്കുന്നുണ്ടാവുക. ആശംസാ പ്രസംഗം ശ്രീ ഫിറോസ് പടിഞ്ഞാറക്കരയും ശ്രീ പ്രേമി മോഹനും. CSN അക്ഷരപക്ഷം സാഹിത്യവേദി പ്രസിഡന്റ് N. പ്രദീപ്, നാടകവേദി പ്രസിഡന്റ് ഫിറോസ് പടിഞ്ഞാറക്കര, ജയനാരായണൻ ഒറ്റപ്പാലം, അജിത് പ്രഭാകർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. അവകാശ ദിനം ആചരിച്ച് CITU. വിവിധ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് തൊഴിലാളികളുടെ മാർച്ചും ധർണയും. ലേബർ കോഡ് പിൻവലിക്കണമെന്നും സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കണമെന്നും മുഖ്യ ആവശ്യം. തൊഴിലാളി സമൂഹത്തെ അടിമയുഗത്തിലേക്ക് നയിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് യൂണിയൻ നേതാക്കൾ. പെൻഷനും ക്ഷേമനിധി ആനുകൂല്യങ്ങളും ലഭിക്കാത്തതിനെതിരെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസിന്റെ പ്രതിഷേധം. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തോടെ വാർഡുകളിൽ പ്രചരണാവേശം. മങ്കര 4-ാം വാർഡിലും മുള്ളൂർക്കര 11-ാം വാർഡിലും LDF UDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 30-ന്. പരുതൂരിൽ ഒപ്പുമതിൽ സൃഷ്ടിച്ച് പഞ്ചായത്ത് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ്. ഫണ്ട് ലഭ്യമല്ലാത്തത് മൂലം ഭരണം പ്രതിസന്ധിയിലെന്ന് ഭാരവാഹികൾ. വികസന പ്രവർത്തനങ്ങൾ വഴിമുട്ടിയ സാഹചര്യത്തിൽ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന്റെ സത്വര ഇടപെടൽ വേണമെന്ന് ആവശ്യം.
വടക്കാഞ്ചേരിയിൽ ടയർ പഞ്ചറായതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ നിർത്തിയിട്ട വാഹനത്തിന്റെ പിറകിലിടിച്ച് മറിഞ്ഞു. അപകടത്തിൽ വയോധിക ദമ്പതികൾക്ക് പരിക്ക്. വാണിംകുളത്ത് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യാത്രക്കാരനെ യഥാസമയം ആശുപത്രിയിൽ എത്തിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ മാതൃകയായി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.